വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി പ്രശാന്ത് ബ്രോ രാവിലെ തന്നെ വോട്ട് ചോദിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരു കൂട്ടം യുവതി യുവാക്കൾക്കൊപ്പമാണ് രാവിലെ തന്നെ പ്രചരണം. കനകക്കുന്നിൽ നിന്ന് അരുൺ സോളമൻ ചേരുന്നുണ്ട് തത്സമയം. അരുൺ, വെരി ഗുഡ് മോർണിംഗ് അരുൺ. രാവിലെ കനകക്കുന്നിൽ നടക്കാൻ വന്നവരൊക്കെ ബ്രോയുടെ കൂട്ടുകാരായി മാറിയോ? ബ്രോയുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനൊപ്പമാണോ ഇന്നത്തെ ക്യാമ്പയിൻ? അരുൺ, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഭാതമാണ്. കാരണം വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വളരെ ആവേശകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പൂർണ്ണമായിട്ടും സ്ഥാനാർത്ഥികൾ ഇറങ്ങിയ ചിത്രം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നു. ഇവിടെ VK പ്രശാന്തിനെ സംബന്ധിച്ച് യുവജനങ്ങൾ ഇപ്പോൾ വളരെ ആവേശത്തിലാണ്. കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, കനകക്കുന്നിനെ സംബന്ധിച്ച് രാവിലെ നടക്കാൻ ഇറങ്ങുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്തായാലും അവരുടെ BKP ഇപ്പോൾ പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ആവേശത്തിലാണ്. എന്തായാലും എങ്ങനെയുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. BKP ഉറപ്പായും ജയിക്കും. BKP നമ്മുടെ ചങ്കിലെ ചോരയാണ്. BKP 100% നമ്മൾ വിജയിച്ചിരിക്കും. ബ്രോ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടത്. മേയർ ബ്രോ ആയിരുന്നു, പിന്നീട് അത് MLA മാറി. ഇപ്പോൾ VKP എന്ന് പറയുന്ന പേരിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. ഈ യുവജനങ്ങൾ നൽകുന്ന ഈ സ്നേഹം അതെങ്ങനെയാണ് ശരിക്കും വന്നത്? കഴിഞ്ഞ ദിവസം ശ്രീലേഖ തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്രീലേഖ നിങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ ഒരു ഘട്ടത്തിലും VK പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ആ തലത്തിലേക്ക് മാറാതെ രാഷ്ട്രീയമായി എപ്പോഴും നിലകൊണ്ടൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് യുവജനങ്ങളെ ഈ കയ്യിലെടുക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അവരെല്ലാം കൂടെ ചേരുന്നതാണ്. അപ്പോൾ ആ ഒരു മുന്നേറ്റത്തെ മേയറായിരുന്ന സമയത്ത്, പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാം നമ്മൾ നല്ലത് ചെയ്താൽ അവരെല്ലാം ഒരുമിച്ച് വരും. അപ്പോൾ ഇനി വിദ്യാർത്ഥികളും പെൺകുട്ടികളും സ്കൂൾ കുട്ടികളടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറും. സൈക്കിൾ ചവിട്ടുന്ന ആളുകൾ, അതുപോലെ തന്നെ വയോധികരായിട്ടുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ, അവരെല്ലാം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇനി കുറച്ചുകൂടി പ്രവർത്തനം കാണാനിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വരും. ഞങ്ങൾ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടും മറ്റ് നിരവധി ആളുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അവരെല്ലാം ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറും. കാരണം ഇവിടെയൊന്നും രാഷ്ട്രീയമല്ല, നല്ലത് ചെയ്യുന്നത് ആരോ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾക്കെതിരെ ആരും ആരോപണം ഉന്നയിക്കുന്നില്ല. ഇലക്ഷൻ എടുത്തപ്പോൾ ആക്ഷേപങ്ങളുമായിട്ട് വരികയാണ്. ഇവിടെ ഉന്നയിച്ചത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രളയകാലത്ത് അടക്കം കേന്ദ്ര സർക്കാർ നൽകിയ പണം ഉപയോഗിച്ച് താങ്കൾ വട്ടിയൂർക്കാവിൽ പ്രവർത്തനങ്ങൾ നടത്തി, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ ബ്രോ എന്ന പേരിലേക്ക് അറിയപ്പെട്ടു എന്നുള്ളതാണ്. അല്ല, കേന്ദ്ര സർക്കാർ 1 രൂപയെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിത്വം മതിയാക്കി വിട്ടുപോയി. എങ്ങനെയുണ്ട്? ഞങ്ങളെല്ലാവരും നല്ല ആവേശത്തിലാണ്. മികച്ച ഭൂരിപക്ഷത്തിൽ ഇവിടെ വട്ടിയൂർക്കാവിൽ നിന്നും BKP ജയിച്ചു വരും. സാധാരണഗതിയിലൊക്കെ ഈ ചില ആൾക്കാരൊക്കെ, യുവജനങ്ങളൊക്കെ ഈ റീൽസ് രാഷ്ട്രീയത്തിലൂടെ നിൽക്കുന്നവരുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ. VK പ്രശാന്തിനെ സംബന്ധിച്ച് അത് അങ്ങനെയാണോ? VK പ്രശാന്തിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് എല്ലാ വിഭാഗം ആളുകളും നേരത്തെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ചെറുപ്പക്കാരാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, സ്ത്രീകളാകട്ടെ, പെൺകുട്ടികളാകട്ടെ, എല്ലാവരും നമ്മൾ ഇതിനോടകം തന്നെ ഇലക്ഷൻ്റെ ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ VKP ജയിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യം. രാവിലെ നടക്കാൻ ഇറങ്ങുകയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട് നല്ല കൂടുതലാണ്. പക്ഷേ നമ്മുടെ LDF മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം പോലെ മറ്റാരുണ്ട് VKP അല്ലാതെ വട്ടിയൂർക്കാവ് നേടാൻ എന്നത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് നേടിയെടുക്കാൻ എത്ര വേനൽ ചൂടായാലും അതിനെ അതിജീവിക്കും. ഏറ്റവും നല്ല, ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷം നേടുന്ന MLA ആയി, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മേയർ ബ്രോയായി, MLA ബ്രോയായി, ഒരു മിനിസ്റ്റർ ബ്രോയായി മാറണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. അരുൺ, വളരെ ആവേശത്തിലാണ് പ്രവർത്തകരൊക്കെയും. അമൽ, എങ്ങനെയാണ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച്? വിജയിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു കഴിഞ്ഞു. ഇനി ഭൂരിപക്ഷം മാത്രം പ്രവചിച്ചാൽ മതി. ചരിത്ര ഭൂരിപക്ഷത്തിൽ LDF വട്ടിയൂർക്കാവിൽ വിജയിക്കും എന്നുള്ളതിനൊരു തർക്കവുമില്ല. ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് VK പ്രശാന്ത് എന്നുള്ളതിനൊരു തർക്കവുമില്ല. പ്രശാന്തിനോട് അധികം സംസാരിക്കുന്നത് എതിരാളികൾ, പ്രത്യേകിച്ചും K മുരളീധരനാണ്. എങ്ങനെയാണ് ഈ എതിരാളികളെ കൂടി നിങ്ങൾ നോക്കിക്കാണുന്നത് വലിയ ഭൂരിപക്ഷം പറയുമ്പോൾ? K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തെ വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥാനത്തേക്ക് മാറിയ ആളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ, വട്ടിയൂർക്കാവിൻ്റെ ജനതയല്ല K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അയാൾക്ക് രാഷ്ട്രീയ ഭാവി മാത്രമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം കഴിഞ്ഞ 7 വർഷക്കാലവും ഉണ്ടായിരുന്നത് VK പ്രശാന്താണെന്നും തങ്ങളുടെ ഓരോ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം VK പ്രശാന്ത് എന്ന ഈ MLA ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യം. ശരി, ഉഷാറാവട്ടെ. അപ്പോൾ ബ്രോയ്ക്കും ആശംസകൾ നേരുന്നു. നമ്മൾ രമേശ് പിഷാരടിക്ക് ആശംസകൾ നേരുന്നതുപോലെ ബ്രോയും പൊളിക്കട്ടെ, രമേശ് പിഷാരടിയും പൊളിക്കട്ടെ, മുരളീധരനും പൊളിക്കട്ടെ. എന്ത് പൊളിക്കട്ടെ എന്ന്, തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷം നേടി പൊളിക്കട്ടെ എന്ന്.